ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റാപ്പ് സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. റാപ്പ് സംഗീതം സാധാ ഒരു സംഗീതം എന്ന നിലയിലല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു തലമുണ്ട്, മാനമുണ്ട്. വെറുമൊരു ആസ്വാദനത്തിനപ്പുറത്തേക്ക് അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു വശം കൂടിയാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരു റാപ്പ് സംഗീതം പാടുന്നയാളും രചിക്കുന്നയാളും അത് ആസ്വദിക്കുന്നയാളും ഈ സമൂഹത്തിൽ വ്യത്യസ്തരായ മനുഷ്യരാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അവർ സാധാരണ മനുഷ്യരല്ല. അവർ ഈ സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചും വർത്തമാനകാല പരിസ്ഥിതിയെക്കുറിച്ചും വളരെ കൃത്യമായി ചിന്തിക്കുകയും പുതിയൊരു സമൂഹത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരുമായിട്ടുള്ള ആളുകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇന്ന് റാപ്പ് സംഗീതം സജീവമാണ്. എന്നാൽ ആഗോളതലത്തിൽ ഈ സംഗീതം രൂപപ്പെടുന്നത് വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയിലും സാമൂഹ്യ കാലാവസ്ഥയിലുമാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാം. 1970-കളിൽ അമേരിക്കയിലെ തെരുവുകളിൽ നിന്നും ഉയർന്നു വന്ന ശക്തമായ സാമൂഹ്യ പ്രതിരോധവും പ്രതിഷേധവുമായിരുന്നു റാപ്പ് സംഗീതം. അതുവരെ ഉണ്ടായിരുന്ന ഹിപ്പ് ഹോപ്പ് സംഗീതത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ റാപ്പ് സംഗീതം. ഇതിന് അമേരിക്കൻ വൻകരകളും കടന്ന് ആഫ്രിക്കയിലേക്ക് നീളുന്ന വലിയ ശക്തമായ വേരുകളാണ് ഈ സംഗീതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആഫ്രിക്കൻ ഗ്രാമങ്ങളിൽ വളരെ അതിപുരാതനമായ കാലത്ത് തന്നെ ഇതിൻ്റെ ഒരു പുരാതന രൂപം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സായാഹ്നങ്ങളിൽ അവിടെ അന്നൊക്കെ സമയം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. വെളിച്ചമുള്ള സമയം പരിമിതമായിരുന്ന കാലഘട്ടത്തിൽ സായാഹ്നങ്ങളിൽ ഗ്രാമത്തിലുള്ള ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് ആ ഗ്രാമത്തിൽ ഒരു കഥ പറയുന്ന ആളുണ്ടാവും, ആളുകളോട് പാട്ട് പാടുന്ന ഒരാളുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ കഥ പറച്ചിൽക്കാരൻ ആഫ്രിക്കൻ ഗോത്ര ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അയാൾക്ക് ചുറ്റും ആഴികൂട്ടിയിട്ട് ഇരുന്നു കൊണ്ട് കഥ പറച്ചിൽക്കാരാ ഒരു കഥ പറയൂ, ഒരു പാട്ട് പാടൂ എന്ന് പറയുമ്പോൾ അയാൾ തൻ്റെ അതിപുരാതനമായ ഗോത്രത്തിന്റെ അങ്ങേയറ്റം മുതലുള്ള കഥകളും പാട്ടുകളും അവിടെ പാടുകയും ആ മനുഷ്യര് അതിൽ ആനന്ദിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു ഗോത്ര പാരമ്പര്യത്തിന്റെ മഹനീയമായ ഒരു വശം ഉള്ളിൽ സൂക്ഷിച്ച മനുഷ്യരെയാണ് ഓരോ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും മറ്റിതര രാജ്യങ്ങളിലേക്കും അടിമകളായി പിടിച്ചുകൊണ്ടുപോയത്. സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ഈ മനുഷ്യർ അടിമത്തത്തിലേക്ക് ആണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ കഥാകഥന രീതികളും അവരുടെ സമാധാനപരമായ അന്തരീക്ഷമെല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരവസ്ഥയിലായിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ കലകളും സാഹിത്യങ്ങളും നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. നമ്മൾ ഒരാൾ കാണുന്നത്, ഒരു വസ്തുവിനെ കാണുന്നത്, ഒരു സ്ഥലത്തെ കാണുന്നത്, ഒരു കാര്യത്തെ കാണുന്നതൊക്കെ അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അയാളുടെ മനോനിലയും ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ അനുസരിച്ചായിരിക്കും അതിനോട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ആകുന്നത്. അവിടെ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ആ സംഗീതത്തിലെ 4 വശങ്ങളിൽ ആയി രൂപപ്പെട്ട 4 നെടുന്തൂണുകളിൽ ഒന്നായി രൂപപ്പെട്ട ഈ റാപ്പ് എന്ന് പറയുന്ന സംഗീതം അവർ നോക്കിക്കണ്ട സമൂഹത്തെ അവരുമായി സംവേദിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരുമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജനതയോട് എങ്ങനെ അവർ സമീപിച്ചു എന്നുള്ളതിൻ്റെയാണ് വളരെ പലപ്പോഴും വളരെ പരുഷമായിട്ടാണ് അവർ ആ സംഗീതത്തിലൂടെ സംസാരിച്ചത്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആ സമൂഹത്തിൽ നിന്ന് നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. വി ആർ ഹിയർ മദർ ഫക്കേഴ്സ് എന്ന് അവർ ഉറക്കെ പറയുകയാണ്. വേടൻ ഇവിടെ ഒരു പാട്ടിലൂടെ ഒരു വാക്ക് പറയുമ്പോൾ അതിവിടെ വളരെ തെറിയാണെന്ന് നമ്മൾ പലരും അതിനെ വ്യാഖ്യാനിക്കുന്നു. ഒരു വാക്ക് തെറിയാകുന്നത് എങ്ങനെയാണ്? അതിനോടുള്ള സമീപനമാണ് നമ്മളുടെ, ആ സമീപനമാണ് അതിനെ തെറിയാക്കുന്നത്.
അപ്പോൾ ആ വാക്ക് മറ്റൊരാൾക്ക് നേരെ നമ്മൾ ഉപയോഗിക്കുന്നതും അത് നമ്മളുടെ ഒരു നോട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയാണ് അവരെ വിളിച്ച് പറയും വി ആർ ഹിയർ മദർ ഫക്കേഷൻ എന്ന് പറയുന്നത്. അത്രത്തോളം അവർ ആ സമൂഹത്തിൽ നിന്നും വേർതിരിക്കപ്പെടുകയും ചവിട്ടി അരയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ്. നേരെ മറിച്ച് വേടൻ ഇവിടെ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് ഭാഷാപരമായി വലിയ കുഴപ്പമുള്ള ഒരർത്ഥമൊന്നും ഇല്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും അതൊരു വലിയ തെറിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത് ആര് എവിടെ നിന്ന് പറയുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്രത്തോളം ശക്തമായ ഒരു പിന്നണിയുള്ള റാപ്പ് നമ്മളുടെ കേരളത്തിലേക്കും നമ്മളുടെ തനത് ഒരു സംഗീത ശാഖയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കലാരൂപമായിട്ടോ ഇവിടെ കടന്നു വരികയാണ്. ഇവിടെ കടന്നു വരുമ്പോൾ പഴയ ആദ്യകാല ചില സിനിമകളിലൊക്കെ നമുക്ക് റാപ്പിൻ്റെ പഴയ രൂപത്തെ നമുക്ക് കാണാം. പിന്നീട് ഇങ്ങോട്ട് കടന്നു വന്ന ഫെജോയെ പോലെയുള്ളവരും അതുപോലെ മറ്റ് നിരവധി നമ്മളുടെ പ്രിയപ്പെട്ട ഗായകന്റെ ഗ്രൂപ്പായിട്ടുള്ള ഊരാളി, ഇതുപോലെ നിരവധി ചെറിയതും വലുതുമായിട്ടുള്ള റാപ്പ് സംഗീതം നമ്മളുടെ ഇടയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ഇടയിൽ ഇവിടെ ഇപ്പോൾ ഒരു 10 പേരെ എടുത്താൽ ഒരാളെങ്കിലും ഒരു റാപ്പ് സംഗീതജ്ഞനായിരിക്കും അല്ലെങ്കിൽ പാടുന്ന ഒരാളായിരിക്കും. ആ നിലയിലേക്ക് വളരെ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ, 10 വർഷം പോലും പറയാൻ പറ്റില്ല, അതിനുള്ളിൽ ഈ കേരളം മാറിയിട്ടുണ്ട് സംഗീതത്തിന്റെ കാര്യത്തിൽ. അതിനു മുമ്പ് നമുക്കറിയാമല്ലോ, സംഗീതം എന്ന് പറഞ്ഞാൽ യേശുദാസിന്റെ ശബ്ദം, അദ്ദേഹത്തെ കുറച്ച് കണ്ടുകൊണ്ട് പറയുന്നതല്ല, മഹാനായ ഗായകനാണ്. എങ്കിലും യേശുദാസിന്റെ ശബ്ദത്തിനുള്ളിൽ മലയാളത്തിലെ കേരളത്തിന്റെ സംഗീതം കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലായിരുന്നു ഒരു ഘട്ടം ഇരുന്നത്. അതുകൊണ്ടാണ് വേടൻ ഒക്കെ പാടുമ്പോൾ, നമ്മളുടെ പ്രിയങ്കരനായ സജ്ജി മാഷൊക്കെ പാടുമ്പോൾ യേശുദാസിനെ പോലെ നിങ്ങൾക്ക് പാടാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. റാപ്പിനെ അവര് അതിൻ്റെ സാമൂഹ്യവും ചരിത്രപരവുമായ ഒരു അർത്ഥതലത്തിൽ നിന്നല്ല ഇവർ കാണുന്നത്. ഇവരൊരു ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ, കർണാടിക് സംഗീതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലളിതവും അർദ്ധലളിതവും ഒക്കെ ആയിട്ടുള്ള ഗാനങ്ങളെ കാണുന്ന രീതിയിലാണ് റാപ്പിനെ കാണുന്നത്. അതിൻ്റെ സാമൂഹ്യപരമായ ഉദ്ദേശത്തിൽ നിന്നുകൊണ്ടല്ല അവർ അതിനെ നോക്കി കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ചുറ്റുപാടിലാണ് നമ്മളിത് വിശദമായ ഒരു ചർച്ചയ്ക്ക് ഇവിടെ എടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വെറും ഒരു ആസ്വാദനത്തിൻ്റെ തലമല്ല ഇതിനുള്ളത്. ഇത് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സാമൂഹ്യപരമായ ഈ പുതിയ തലമുറ എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. ഈ സമൂഹത്തെ അവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ പ്രകാശം നിറഞ്ഞ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം എൻ്റെയൊക്കെ തലമുറയേക്കാൾ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾ വളരെ മെച്ചമാണ്. അവരെക്കുറിച്ച് പറയുമ്പോൾ പുതിയ പിള്ളേർ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. അവർ ഇവരെന്താണ് ചെയ്യുന്നത്, ഇവന്മാരെന്താ ചെയ്തുകൊണ്ട് നടക്കുന്നത്, ഇവൻ്റെ തല എന്താണ് ഇങ്ങനെ, ഇവൻ്റെ ഡ്രസ്സ് എന്താണ് ഇങ്ങനെ, ഇതെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം ഈ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഈ കാലഘട്ടത്തോട് സംവേദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എപ്പോൾ ഈ കുട്ടികൾ എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവൻ ആ കാലത്തിന് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു 20 വയസ്സാകുന്ന ആള് ഒരു 40 വയസ്സുള്ള ആളിലേക്ക് നോക്കണം, 40 വയസ്സായിരിക്കുമ്പോൾ 20കാരനിലേക്ക് നോക്കണം എന്നുള്ള കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ റാപ്പിനെ കുറിച്ച് പറയുന്നതും പാടുന്നതും ചിന്തിക്കുന്നതും എന്തോ കുഴപ്പം പിടിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പഴയ തലമുറകൾക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അവരിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ, ഈ സംഗീതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചിന്തിക്കുന്നത് പുതിയൊരു പ്രകാശമുള്ളൊരു ലോകത്തെക്കുറിച്ചാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് കേരളത്തിലേക്ക് ഈ റാപ്പ് സംഗീതം കടന്നു വന്നപ്പോൾ ഉണ്ടായ വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഈ യുവജനങ്ങൾ ആധുനിക ജീവിതവുമായി, അതായത് എല്ലാ അർത്ഥത്തിലും ആധുനികത അല്ലെങ്കിൽ പുതിയ കാലം വാഗ്ദാനം ചെയ്തിട്ടുള്ള അതിനോടൊപ്പം ചേർന്ന് നടക്കാൻ നമ്മുടെ കുട്ടികളും ഇവിടെ തയ്യാറായി, അതിന് പാകമായി എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇത്തരത്തിലെ ഒരു പ്രോഗ്രാം ഇവിടെ
ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ഈ കോളേജിൻ്റെ അധികൃതർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ വളരെ വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റേത് വലിയൊരു സാമൂഹ്യ പ്രവർത്തനം, വലിയ സാമൂഹ്യ മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുങ്ങിയ സമയമുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പ്രിയപ്പെട്ട അജിമാഷ്, ഞാൻ അല്ല ഇതൊരു ഹലോ ചെക്ക് ഹലോ ചെക്ക് ചെക്ക് ഇതൊരു ചർച്ചയായിട്ടാണ് ഞാനും കാണുന്നത്. നമ്മൾ രണ്ടുപേരിയ്ക്കുന്നു, നമ്മൾ കുറച്ചു നേരം റാപ്പിനെ കുറിച്ചിട്ടും സൗണ്ട് കൂട്ടണോ? കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ബാക്കിലോട്ട് കേൾക്കുന്നില്ല. ചെക്ക് ചെക്ക് സൗണ്ട് ചെക്ക്. ഹലോ ഹലോ, ഇത് കൂടുതലാ. ചെക്ക് ചെക്ക് റെഡി? ഓക്കെ, ബാക്കിൽ കേൾക്കുന്നുണ്ടോ? റെഡി? ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് എത്ര വലുതായാലും എത്ര ചെറുതായാലും ആൾക്കാർ കൂടുന്നുണ്ട്, പാട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങള് ഊരാളി എന്ന് പറഞ്ഞൊരു ബാൻഡിന്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. കാരണം അത് കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞൊരു 13 വർഷമായിട്ട് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് അതിങ്ങനെ ഒരു പരീക്ഷണ വസ്തുവായിട്ടും ഒരു പ്ലാറ്റ്ഫോമായിട്ടും നമ്മള് അതിന്റെ ഇനീഷ്യലി അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ആലോചിച്ചോ അങ്ങനെ ഒരു സ്ഥലത്തോ ഒന്നും അല്ല പാട്ടിലേക്ക് ഇറങ്ങി ചെന്നത്. പാട്ട് നമുക്ക് ഇപ്പൊ കോളേജിൽ നമ്മൾ നിൽക്കുമ്പോ ആലോചിക്കും ഇപ്പൊ എന്താ ചെയ്യുക ജീവിതത്തിൽ. കാരണം കോളേജിൽ ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും അറിയൊന്നുമില്ല എന്തുട്ടാ ചെയ്യേണ്ടത്. അതായത് പലരും പറയുന്നുണ്ട് അത് ചെയ്യണം, എഞ്ചിനീയറിംഗിന് പോകണമെന്ന് പറയുന്നുണ്ട്. നമുക്കിതൊന്നും മനസ്സിലായിട്ടില്ല. ഏതോ ഒരു സമയത്ത് ഗിറ്റാർ കൈ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇതാണ് നമ്മുടെ വഴി. ഈ വഴി വലിയ കുഴപ്പമില്ല, എന്നാലും നമുക്ക് പൂർണ്ണമായിട്ട് ആ വഴിയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇതിന്റെ രാഷ്ട്രീയവും അതേപോലെ തന്നെ പാട്ട് എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നും പാട്ടിന്റെ ചരിത്രത്തെ കുറിച്ചും എന്താണ് ഈ ശുദ്ധ സംഗീതം, എന്തുകൊണ്ടാണ് അത് ശുദ്ധ സംഗീതം അശുദ്ധ സംഗീതം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് കാണപ്പെടുന്നതെന്നൊക്കെ മനസ്സിലാവുന്നത് ഈ രംഗത്തിറങ്ങി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ്. അപ്പൊ 2013 ഊരാളി തുടങ്ങുമ്പോ ആ സമയത്ത് ഇവിടെ വളരെ കുറച്ച് ബാൻഡുകളേ ഉള്ളൂ. ഇവിടെ ഒരു ബാൻഡ് സംസ്കാരം തന്നെ വന്നിട്ടില്ല. അതായത് ഞാൻ ആരാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സ്വതന്ത്ര സംഗീതത്തിന്റെ വക്താവാണ്. അതായത് സ്വതന്ത്ര സംഗീതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത് എന്തുവാണ്? ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ഒരാള് ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ ഒരു കവിത എഴുതുന്ന പോലെ ഉണ്ടാവുന്ന പാട്ടുകൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ പാട്ടുകളുടെ ഒരു അടിസ്ഥാന സൂചിക എന്ന് പറയുന്നത് സിനിമാ ഗാനങ്ങളാണ്. എന്നാൽ ശരിക്കും സിനിമാ ഗാനങ്ങൾ എന്ന് പറയുന്നത് അപ്ലൈഡ് മ്യൂസിക് ആണ്. ഒരു പ്രത്യേക രംഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കഥാപാത്രത്തിന്റെയോ കഥയുടെയോ സമ്പുഷ്ടതയ്ക്ക് വേണ്ടിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് അല്ല, അത് എപ്പോഴും ഒരു കച്ചവടമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ഒരു കാതലായിട്ടുള്ള വ്യത്യാസമാണ്. ഈ വ്യത്യാസത്തിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ റാപ്പ് സംഗീതവും കേരളീയ സംഗീത വഴികൾ എന്ന് പറയുന്നത്. മ്യൂസിക് തുടങ്ങുന്ന കാലത്ത് മ്യൂസിക് എന്നും ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അതായത് മ്യൂസിക്കിന് അങ്ങനെ ഇന്ന ആള് വേദി എന്ന് പറയുന്ന ഒരു വേർതിരിവ് പോലും ഇല്ല. എപ്പോഴും ഉള്ളത് എന്ന് പറയുന്നത് കുറച്ചു പേര് പാടുന്നവരുണ്ടോ അല്ലെ പാടാൻ ഇഷ്ടമുള്ളവരുണ്ടോ, കുറച്ചു പേര് ആടുന്നവരായിരിക്കും. അത് നമ്മൾ കാട്ടിൽ ജീവിച്ചു തുടങ്ങി കൃഷി ചെയ്ത കാലത്തായാലും മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്തെല്ലാം മ്യൂസിക് കൂടെ ഉണ്ട്. എന്നാൽ ഈ മ്യൂസിക് പിന്നെ ഡെവലപ്പായി വരുന്നതെന്ന് പറയുന്നത് സാങ്കേതികതയുടെ വരവോടുകൂടിയാണ്. ഇപ്പോ നേരത്തെ റജിമാഷ് പറഞ്ഞ പോലെ ആഫ്രിക്ക തന്നെയാണ് മനുഷ്യന്റെ ഉറവ. അതായത് മനുഷ്യകുലത്തിന്റെ ഉറവ എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. നമ്മുടെ എങ്ങനത്തെ തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള അന്വേഷണം, അതിപ്പോ ഭാഷാപരമായാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംഗീതത്തെ കുറിച്ചായാലും എന്തിനെ കുറിച്ചുള്ള ആന്ത്രോപോളജിക്കലായാലും എന്ത് അന്വേഷണമാണെങ്കിലും അത് ചെന്ന് നിൽക്കുന്ന സ്ഥലം ആഫ്രിക്കയെന്നാണ്. അപ്പോ ആഫ്രിക്കയിൽ നിന്ന് അവര് പോലും അറിയാതെ പിടിച്ചു കെട്ടി ചങ്ങലക്കിട്ട് കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ എത്തപ്പെട്ടിട്ടുള്ള കുറെ ആൾക്കാർ, അതായത് കുറെ അടിമ കാപ്പിരികൾ അല്ലെങ്കിൽ കുരങ്ങുകളെന്ന് അവര് കണ്ടിരുന്ന അടിമകളിൽ നിന്നാണ് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ തരത്തിലുള്ള പോപ്പുലർ മ്യൂസിക്കും ഉണ്ടായെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ പറയുന്ന പോലെ ആ സമയത്ത് അവരൊന്നും ഒറ്റ വിശ്വാസത്തിലുള്ള ആൾക്കാരല്ല. അതായത് ആഫ്രിക്കയിൽ നിന്ന് കുറെ പേരെ പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയില് കോട്ടൺ ഫീൽഡുകളിലും അതേപോലെ ടൊബാക്കോ ഫീൽഡുകളിലും വർക്ക് ചെയ്യാനായിട്ട് കൊതുകടി ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവാത്ത ആൾക്കാർ എന്നുള്ള രീതിയിലാണ് ആഫ്രിക്കക്കാരെ പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോ ഇവർ ഈ പല ഗോത്ര വിശ്വാസങ്ങളിലുള്ള ആൾക്കാരെ നേരെ ഇവരെല്ലാരും കൂടെ പിടിച്ചുകൊണ്ട് പോയി കെട്ടി ക്രിസ്ത്യാനിറ്റിക്ക് അകത്തിട്ടു. ഈ ക്രിസ്ത്യാനിറ്റിക്ക് അകത്തിട്ടപ്പോ അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി
അവർക്കൊരു ആശ്രയമായി മാറിയത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്പിരിച്വൽ സോങ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനെ സ്പിരിച്വൽസ് എന്നാണ് വിളിക്കുന്നത്. അതാണ് ഈ പറയുന്ന പോലെ ഇന്ന് ലോകത്ത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാതര സംഗീതത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്നത്, അതായത് സ്പിരിച്വൽസ്. അപ്പോ ഇതിനാദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത് 3 വെള്ളക്കാരായിരുന്നു. അതിൽ ഒരാൾ ഒരു സ്ത്രീയായിരുന്നു, ലൂസി എന്നാണ് അവരുടെ പേര്. അപ്പൊ അവരൊരു പിയാനിസ്റ്റ് ആയിരുന്നു. അപ്പോ 1867 ആദ്യമായിട്ട് ആഫ്രോ അമേരിക്കൻസിന്റെ പാട്ടുകൾ, അതായത് അമേരിക്കയിൽ ജീവിച്ചിരുന്ന അടിമവർഗക്കാരുടെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അപ്പോ റെക്കോർഡ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖപ്പെടുത്തപ്പെടുന്നത്. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമേരിക്ക രണ്ടായിട്ട് തിരിഞ്ഞു. അതായത് സ്ലേവറിക്കെതിരെയും സ്ലേവറിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ സ്ലേവറിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരു വലിയ യുദ്ധം തോറ്റ് അവിടുന്ന് കുറെ പേര് പലായനം ചെയ്തു പോയപ്പോ അവിടെ ഒരു കൂട്ടം ആഫ്രിക്കക്കാര് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അതായത് അവിടുത്തെ അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ പാട്ടുകൾ കേട്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് ഇവര് ഇതുവരെ ഉണ്ടാക്കിയിരുന്ന സംഗീത പദ്ധതികൾ പോലെ ഒന്നുമല്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആഫ്രോ അമേരിക്കൻസിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള ആദ്യ സംഗീത ശാഖയാണ്, അതായത് അമേരിക്കൻ ഫോക്ക് മ്യൂസിക്കിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ബ്ലൂസ് മ്യൂസിക് ആണ്. അപ്പൊ ഈ ബ്ലൂസ് മ്യൂസിക്കിൽ നിന്നാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇന്ന് കാണുന്ന ലോകത്ത് പോപ്പുലർ ആയിട്ടുള്ള പോപ്പ് മ്യൂസിക്, അതായത് ആ ശാഖകളെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നു. അപ്പോ എനിക്ക് എന്റെ അപ്പാപ്പന്മാരായിട്ടാണ് അവരെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. കാരണം ഞാൻ എന്നും ഇഷ്ടപ്പെട്ടുള്ള മ്യൂസിക് എന്ന് പറയുന്നത് ബ്ലൂസ് മ്യൂസിക് ആണ്. അപ്പൊ ബ്ലൂസ് മ്യൂസിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് ഇവരുടെ കയ്യിൽ ഗിറ്റാറുകൾ എത്തിപ്പെടുകയും ആഫ്രോ അമേരിക്കൻസിന് മറ്റേ സ്ലേവറിയിൽ സ്വാതന്ത്ര്യം കിട്ടുകയും അതിനുശേഷം അവരുടേതായിട്ടുള്ള ഇടങ്ങളിൽ പാടി നടന്ന പാട്ടുകളാണ് ബ്ലൂസ്. ഈ ബ്ലൂസിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന പോലെ റോക്ക് ആൻഡ് റോളും ഹിപ്പ് ഹോപ്പ്, അതായത് 1920കളിലും 30കളിലും ആഫ്രോ അമേരിക്കൻ സ്ലേവുകൾ പാടി നടന്ന അതേ കഥകൾ തന്നെയാണ് 1970കളായപ്പോഴത്തേക്കും റാപ്പ് എന്ന രീതിയിൽ അത് വീണ്ടും ഈ പറയുന്ന പോലെ ഓപ്പറേഷനെതിരെ രൂപപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ പാട്ടിന്റെ ഒരു അടിസ്ഥാന ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അടിസ്ഥാന ധർമ്മം ഒന്നും അതിന് പാട്ടിന് അവകാശപ്പെടാനില്ല. നമ്മുടെ ഏതൊരു ആക്ടും പോലെ തന്നെ ഒരു ആക്ടാണ് പാട്ട് പാടുന്നത്. പക്ഷെ പാട്ട് നമ്മുടെ ബ്രെയിനിനെ വന്ന് ബാധിക്കുന്ന സ്ഥലങ്ങൾ വേറെയാണ്. അതൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം എനിക്ക് രേഖപ്പെടുത്താനുള്ളതെന്ന് പറയുന്നത് നമുക്ക് മുമ്പേ പോയിട്ടുള്ള കുറെ പാട്ടുകാരും ഗായകരുണ്ട്. അപ്പൊ അവരെ ഒന്ന് ഓർക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ. ഞാൻ ഈ ഗിറ്റാർ പിടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഒരു ബേസിക് കാരണം തന്നെ ചിലപ്പോൾ അതായിരിക്കും. അപ്പം എനിക്ക് ആദ്യം ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ ഓർക്കുക എന്നുള്ളതായിരിക്കും. അപ്പം ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും എന്ത് വേദനകളുണ്ടെങ്കിലും അതിനെ ഒരു പാട്ടിലേക്കും സംഗീതത്തിലേക്കും ഒതുക്കി അത് ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതുകൊണ്ട് ജീവിച്ചു പോകാൻ എടുക്കുന്ന ഒരു ധൈര്യം, അല്ലെങ്കിൽ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ എടുക്കുന്ന ഒരു ആർജവത്തിന്റെ മുമ്പിൽ ആർജവത്തിനെ ബഹുമാനിക്കുക. കാരണം ഇന്നും അവരുണ്ടാക്കിയിട്ടുള്ള ആ പാട്ടുകളുടെ ആ സംഗീത സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ കാണുന്ന ലോകത്തിലെ, ഞാൻ ലോകത്തിലെ എല്ലായിടത്തും മ്യൂസിക്കിനെ കുറിച്ചല്ല പറയുന്നത്, അതേസമയത്ത് അപ്പുറത്ത് റഗ്ഗേ പോലത്തെ മ്യൂസിക്കുകൾ, അതേപോലെ തന്നെ ഫോക്ക്, ലോകത്തെ എല്ലാ സ്ഥലത്തും ഫോക്ക് മ്യൂസിക്കുകൾ. അപ്പോ ആദ്യകാല മ്യൂസീഷ്യൻസിനെ നമ്മൾ സ്മരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്കിതിൽ ആകെപ്പാടിച്ചുള്ളത്. കാരണം അവരുടെ ഒരു തുടർച്ചയാണ് ഞാൻ അവർ ചെയ്ത് തുടങ്ങിയതിന്റെ അടുത്ത കാര്യം, അവര് എവോൾവ് ചെയ്ത് വന്നതിന്റെ ആ പ്രോസസ്സില് ഒരു കണ്ണിയാണ് നമ്മൾ പാട്ട് പാടുന്നവർ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോ നമ്മളെപ്പോഴും ഊരാളിയുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ നമ്മള് വന്ന വഴികൾ ഓർക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ വരികളുണ്ട്, അത് ഞാൻ ഒന്ന് പാടാം. വരിക 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 എന്ത് ചെയ്യുമ്പോഴും നമുക്ക് മുമ്പേ പോയവരെ ഒരു നിമിഷം ഓർക്കുക എന്നുള്ളത്
വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പേ പാടിപ്പോയിരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് വിചാരിക്കണം. കാരണം അവരൊന്നും നമ്മളെ പോലെ ഇത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കില്ല പാടി തുടങ്ങുന്നത്. അപ്പോ ഒരു കാലത്ത് എപ്പോഴും നമ്മള് ഈ മ്യൂസിക്കിനെ പിടിച്ചിട്ട് ജോണറുകളിലേക്ക് തിരിക്കുക എന്ന് പറയുന്ന പരിപാടി അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിന്റെ റാപ്പായിട്ടും റോക്ക് ആൻഡ് റോൾ ആയിട്ടും എല്ലാം. പക്ഷെ ഇത് മുഴുവൻ ശരിക്കും ഇപ്പൊ ലോകത്തിൽ മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സംഗീതമായിരിക്കും. അതിന് ഈ പറയുന്ന പോലെ ഈ പാരസ്പര്യത്തിൽ പാരസ്പര്യം. അപ്പൊ എങ്ങനെയാണ് ഇത്രയും വിവിധ സംസ്കാരങ്ങളും കൾച്ചറുകളുമായിട്ട് വേർതിരിഞ്ഞ് കിടക്കുന്നത്? ഇപ്പൊ നമ്മളിവിടെ ഇവിടെ K-pop കേൾക്കുന്ന എത്ര പേരുണ്ട്? ഇത് എവിടുത്തെ മ്യൂസിക്കാണ്? കൊറിയ. ഇത് ഒരു 30 വർഷം മുമ്പേ സാധ്യമാണോ? 50 വർഷം മുമ്പേ സാധ്യമാണോ? 60 വർഷം? ഇത് എല്ലാത്തിന്റെയും കൂടെ ടെക്നോളജിയുടെ കൂടെ വളർന്നു വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് എനിക്ക് നേരത്തെ ഞാൻ ഇവിടെ നേരത്തെ ചേട്ടൻ സംസാരിക്കും, സണ്ണി കവിക്കാട് സംസാരിക്കുന്നത്. കാരണം നമ്മള് എങ്ങനെയാണ് നമ്മുടെ ശത്രു എന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് വർഗീയവാദികൾ, അതേപോലത്തെ ആൾക്കാരും, അതേപോലെ ഈ പറയുന്ന പോലെ ഒരു ആവശ്യമില്ലാത്ത മനുഷ്യനെ കൊല്ലാൻ പഠിക്കാത്ത ആൾക്കാരെ, കൊലക്കെതിരെയാണ് കല നിൽക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോ എങ്ങനത്തെ ഒരു ഇന്ത്യയാണ് അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു ലോകമാണ് നമ്മൾ വിഭാവന ചെയ്യണമെന്ന് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു പോകാൻ പറ്റുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. ശരിക്കും സയന്റിഫിക്കലി നമുക്ക് അങ്ങനെ നമ്മൾ പല റേസുകളല്ല, നമ്മൾ ഒറ്റ ജനതയാണ്. അതായത് ഒറ്റ മണ്ണ് പെറ്റ നമ്മൾ ഒറ്റ ജാതി ഒറ്റ വർഗം ജീവന പൊരുതലിൽ ഒത്തുചേർന്ന് പോരുക. അതായത് ഒരിക്കലും നമ്മൾ വെളുത്തവരായാലും കറുത്തവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും നമ്മൾ ഒറ്റ സ്പീഷീസ് ആണെന്നുള്ളത് ഓൾറെഡി തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ബയോളജിയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു പുതിയ ലോകത്തെ കാണാൻ പറ്റുമോ? ആ ഒരു പുതിയ ലോകത്തിന്റെ ഭാഷയായിരിക്കും ചിലപ്പം സംഗീതം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാഷെ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യനെയും ഭാഷയ്ക്കും വേഷത്തിനും വർഗത്തിനുമായിട്ട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം സംഗീതം തന്നെയാണ്. ഈ സംഗീതത്തിൻ്റെ ഭാഷയിൽ പലപ്പോഴും നമ്മൾ അന്യഭാഷ എന്ന് പറയുന്നത് നമുക്കറിയില്ലാത്ത മറ്റൊരു ഭാഷയിലുള്ള ഒരു സംഗീതം കേൾക്കുമ്പോഴും അതിൻ്റെ ഏതാണ്ടൊരു പകുതിയോളം നമ്മൾ ആസ്വദിച്ച് കേൾക്കുമ്പോൾ നമുക്കത് ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. സംഗീതത്തിന് ഭാഷ ഒരു പ്രധാന ഘടകമാണെങ്കിൽ കൂടി എന്നാൽ അതൊരു ഘടകമല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളുടെ വേദന ഒരാൾ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ സ്നേഹമുള്ള ഒരാളെ കണ്ടാലും അവനത് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് പോലെയാണ് സംഗീതം പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓരോരോ വികാരങ്ങളും കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നൊരു മാധ്യമം വേറെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. കുറേ കാലം മുമ്പ്, ഒത്തിരി കാലം മുമ്പൊന്നും അല്ല, ഇവിടെ വളരെ അടിമത്തത്തിൽ പീഡനത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർ അവരുടെ സങ്കടങ്ങളും വിഷമതകളും എല്ലാം മറന്നു കളഞ്ഞത് അവർ ഈ പാട്ടിലൂടെയായിരുന്നു. വളരെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ പണിസ്ഥലത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നൊരു മനുഷ്യർ അത് 365 ദിവസം ഈ ജോലി തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പഴയ കണക്ക് പ്രകാരം കേരളത്തിലെ ഇത്തരത്തിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യർ 45 വയസ്സിന് മുകളിൽ ഇവർ ജീവിച്ചിരുന്നിട്ടില്ല. ഈ പാരസെറ്റമോൾ എന്ന് പറഞ്ഞൊരു ഗുളിക വരുന്നത് വരെ അവർ ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ളതാണ് കണക്ക്. നമ്മൾ വലിയ പഴയ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സംഭവങ്ങൾ നമ്മൾ പറയും, നിറം പിടിപ്പിച്ച കഥകൾ നമ്മൾ പറയുമെങ്കിലും 45 വയസ്സിന് മേലും ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നത് വളരെ അപൂർവമായിരുന്നു. അവർ അത്രത്തോളം വിഷമം പിടിച്ച ജീവിതത്തിൽ ഇവരുടെ ദുഃഖത്തെയൊക്കെ മറന്നു കളഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പാട്ടിലൂടെയായിരുന്നു. അവർ പാടിയിട്ടുണ്ട് ഈ കഷ്ടത്തെക്കുറിച്ച്. നേരം പോയി പൂക്കൈത മറവച്ചി നേരോല്ല നേരത്തും കൊല്ലാക്കൊല കൊല്ലണിയെന്ന്. അപ്പൊ ഈ പാട്ട് പാടുന്നത് തന്നെ ഇതൊരു പ്രതിഷേധമാണ്. നമ്മുടെ ഈ പറഞ്ഞ റാപ്പിന്റെ റാപ്പ് അമേരിക്കയിൽ പോലും ഉണ്ടായ 73 മറ്റാണ്. അതിനൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് ഇവിടെ അതുപോലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ അവരുടെ പാട്ടുകളിലൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ
ഈ മണ്ണിനോടുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹം, ഇതെല്ലാം വെളിവാക്കുന്ന ഒത്തിരി നാടൻ പാട്ടുകളുണ്ട്. അതില് എന്നെപ്പെട്ട മണ്ണേ, ഞാൻ വന്നു നിന്ന മണ്ണേ, എനിക്കായി ധനം തേടിയോർ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. അപ്പൊ ദിക്ക് തെളിയണം, ശേഷം തെളിയണം, ദേശത്താലി ഈശ്വരൻ തെളിയണം, മണ്ണ് തെളിയണം, മായം തെളിയണം, മാലൊഴിഞ്ഞി മനം തെളിയണം. അപ്പൊ ഇത്രത്തോളം ശുദ്ധത, ഹൃദയശുദ്ധിയും പ്രകൃതി, ശുദ്ധമായ ഒരു പ്രകൃതിയെയും ഒക്കെ വിഭാവനം ചെയ്തുകൊണ്ട് പാടിയ പാട്ടുകള്, അത് കേട്ടാൽ ആർക്കാണ് മനസ്സിലാകാത്തത്? ഇതിന് ഭാഷയോ അതിന്റെ അതിരുകളോ ഒന്നും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഗീതം എന്ന് പറയുന്നത് അത് ഓരോ കാലഘട്ടത്തിലും ഇതൊരു എന്താണ്, സംഗീതത്തിന് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, സംഗീതത്തിന് വികാരമൊന്നുമില്ല. ഇത് വെള്ളം പോലെ തന്നെ ആകൃതിയില്ലാത്തതാണ്, നിറമില്ലാത്തതാണ്. അത് ഈ സംഗീതം ചെന്നു ചേരുന്ന മനുഷ്യരുടെ വികാരത്തിനനുസരിച്ചാണ് അതിന്റെ ഭാവം പുറത്തു വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ കുറച്ച് മാഷ് പറഞ്ഞതുപോലെ അത് രഗയായും റോക്ക് ആൻഡ് റോളായും റാപ്പായും ക്ലാസിക്കലായും ഒക്കെ നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നേരത്തെ ആള് പാടിയ നേരം പോയി ഞങ്ങൾ പാടുന്ന ഒരു പാട്ടാണ്. അത് ഞങ്ങൾ കേരളത്തിലൊരു രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർ ഓർത്തു വെക്കുന്ന ഒരു ആദ്യ വിപ്ലവഗാനമായിട്ടാണ്. അതായത് പാടത്ത് പണിയെടുക്കണം. അപ്പൊ ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ നമ്മൾ ലോകത്ത് എവിടെ നോക്കിയാലും. ഈ പണ്ട് കാലത്ത് ജന്മി വ്യവസ്ഥയായിരുന്നു, ഇപ്പൊ ഒരുതരം ടെക്നോ ഫ്യൂഡലിസമാണ്. അന്ന് ജന്മികളായിരുന്നു, അപ്പൊ അവരുടെ കയ്യിൽ കുറെ ഭൂമി ഉണ്ടായിരുന്നു. ഈ ഭൂമിയോടൊത്ത് തന്നെ കുറെ അടിമാണ്. അതിപ്പോ ആഫ്രിക്കൻ സ്ലേവുകളായാലും ഇവിടെ ഈ പറയുന്ന പോലെ പാടത്ത് പണിയെടുത്തിരുന്ന ആൾക്കാരായാലും ഇവരുടെ എല്ലാ അവസ്ഥകളും ഒന്ന് തന്നെയായിരുന്നു. അതായത് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എപ്പോഴും കുറച്ചു പേരുടെ കയ്യിലേക്ക് ധനം ഫുൾ ഫോക്കസ് ചെയ്യപ്പെടുക എന്നുള്ളതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാതിരിക്കുക. അപ്പൊ കുറെ പേര് പാവപ്പെട്ടവരായാലേ കുറച്ചു പേര് ഈ പറയുന്ന പോലെ അളവറ്റ ധനമുള്ളവരാവൂ എന്നുള്ളൊരു പരിപാടി ഇത് കുറെ കാലമായിട്ട് തുടർന്നു. ഇപ്പം ഈ പറയുന്ന പോലെ ടെക്നോളജിയുടെ വരവോടുകൂടി ഈ നമ്മുടെ ഒരു മിഡിൽ ക്ലാസിന്റെ സ്ട്രെങ്ത്തും ബൈയിങ് പവർ കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥലം എന്നുള്ളതല്ലാതെ ഒരു പുതിയ സിസ്റ്റം എന്താണെന്നുള്ളത് അതിന്റെ റീഡിഫിനിഷൻ നടക്കുന്നേ ഉള്ളൂ, അതിന്റെ എവല്യൂഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ ആ പാട്ട് ഒരു 4 വരി അത് ഞങ്ങൾ പാടുന്നതാണ്. അപ്പോ ഒരു 4 വരി അത് മൂളാം. ഞാൻ ഊരാളിയിലെ ശരിക്കും പാട്ടുകാരനല്ല, ഗിറ്റാറിസ്റ്റ് ആണ്. പാട്ടുണ്ടാക്കുന്ന ആളാണ്. അതിന്റെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുക, അതിന് വേണ്ട കോഡ്സ് സെറ്റ് ചെയ്യുക, ഈ പരിപാടിയാണ് നമ്മുടെ മെയിൻ പണി. പിന്നെ ഗിറ്റാർ വായിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലുപരിയായിട്ട് കേരളത്തിലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ കേരളീയ സംഗീത വഴികൾ എന്ന് പറയുന്ന സ്ഥലത്തെ രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. കാരണം കേരളത്തിലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ അത് കേരളമുണ്ടായ, അത് ഞാൻ വിശ്വസിക്കുന്നില്ല പരശുരാമ ഒരു മഴുവെടുത്തെറിഞ്ഞിട്ടുണ്ടായ സ്ഥലമാണ് കേരളം. ഒരിക്കലും അല്ല, ശുദ്ധ പോഷത്തരമാണ്. അത് നമുക്ക് വെറുതെ പറയാന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിട്ടില്ല ലോകത്ത്. ഇവിടെ കേരളം ഉണ്ടാവുന്നതിന് മുമ്പേ അതിനു മുമ്പേ ഇപ്പൊ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന മരുതം, മറ്റേ മുല്ലൈ എന്നൊക്കെ പറയുന്ന പോലെ തിണകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്ന ഒരു വലിയ ദ്രാവിഡ ദേശത്തില് ഉണ്ടായിരുന്ന സംഗീതം എന്താണെന്ന്, ആ സംഗീതത്തിന് ഇവോൾവ് ആയിട്ട് ഇപ്പോ ലോകത്തിലുള്ള മുഴുവൻ സംഗീതവും അത് കേൾക്കാനുള്ള സാധ്യതകളും അത് വന്ന് നമ്മളെ തൊട്ടിട്ടുണ്ടായിട്ടുള്ള വലിയ ഒരു കൂടിക്കൊഴച്ചിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കേരള മ്യൂസിക്കിന്റെ വളർച്ചയും അത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് രേഖപ്പെടുത്തുക എന്നുള്ളൊരു പണിയും കൂടെ ഞാൻ എന്റെ ജീവിതത്തിൽ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. ആരും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കാര്യം വേറെ ആരും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ റാപ്പ് എന്ന് പറയുമ്പോൾ റാപ്പ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലമാണ്. ഇത് എല്ലാ കാലഘട്ടത്തിലും സംഭവിക്കുന്നതാണ്. റാപ്പ് ഇവിടെ എത്തിപ്പെടാൻ കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിജെകളാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇപ്പൊ ലോകത്തുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആകപ്പാടെ ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നിങ്ങൾ നേരെ സുനോയിൽ കയറി അതിന് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മ്യൂസിക് ഉണ്ടാക്കി തരും. അത് പക്ഷെ കുറച്ച് ബോർ പരിപാടിയാണ്, അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് മ്യൂസിക്കിനോട് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റും. ആ ഉണ്ടാക്കാൻ നിങ്ങളൊരു ഇൻസ്ട്രുമെന്റ് പഠിക്കണം. നിങ്ങളൊരു ആശാന്റെ അടുത്ത് പോയിരുന്നു അയാളുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കണ്ട. നിങ്ങൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കാണാൻ, കുറച്ച് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മ്യൂസിക് ഉണ്ടാകാം. അപ്പൊ ഇപ്പൊ കേരളത്തില് അത്രയും ഡിജെകൾ, ഇപ്പൊ
പണ്ടെന്നൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ ഭയങ്കര തമാശയാണ്, എനിക്കിത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും. അതായത് പണ്ടത്തെ ദേവരാജ മാഷിനെ ദക്ഷിണാമൂർത്തിയൊക്കെ കുറിച്ച് ഇവർ പറയുമ്പോൾ ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവർ മാടമ്പിമാരായിരുന്നു. അതായത് ഇവർ കൃത്യമായിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി സംഗീതം പഠിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്തുകൊണ്ട്. പക്ഷെ ആ സമയത്ത് കർണാടക സംഗീതത്തിന്റെ രീതി അതായിരുന്നു. അപ്പൊ കേരളത്തിന്റെ തനത് സംഗീതം കർണാടക സംഗീതമാണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കർണാടക സംഗീതമാണെന്നോ ശുദ്ധ സംഗീതമെന്നോ ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കർണാടക സംഗീതം എന്ന് പറയുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ പഠിച്ചവർക്ക് കൊള്ളാം, ആ സ്കൂളിൽ പഠിക്കാൻ പറ്റിയാലും അത് മനസ്സിലാക്കാൻ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ സയനോരെ പോലെയുള്ള ഗായകരൊക്കെ ഉണ്ട്, അവർ കർണാടക സംഗീതം പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അവരതിന്റെ ഭാരം ചുമന്ന് നടക്കുന്നില്ല. കർണാടക സംഗീതത്തിന്റെ ഉള്ളില് അതിൽ കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ജാതി അവർ കൊണ്ടു നടക്കുന്നുണ്ട്. ആ ജാതിനെ നമ്മൾ എടുക്കാൻ തയ്യാറല്ല. ആ സംഗീതത്തിന് നമ്മൾ എടുക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ ഹരീഷ് ശിവരാമകൃഷ്ണൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ആള് വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആളീ പറഞ്ഞ പോലെ കുടുങ്ങിയൊന്നും വെക്കാതെ പാന്റും ഷർട്ടും ഇട്ട് ഗിറ്റാറിന്റെ അകമ്പടിയുടെ കർണാടകം പാടുന്നുണ്ട്. അതൊരു പൊളിക്കലാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് ടി എം കൃഷ്ണ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇഷ്ടം പോലെ ഇപ്പൊ ഇവിടെ റാപ്പ് വന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു 1990കളിൽ ആഗോളവൽക്കരണത്തോടുകൂടി തുറന്നിട്ടൊരു വാതിലൂടെ വന്നിട്ടുള്ള കാര്യങ്ങളോടുകൂടി ഉണ്ടാകും. കച്ചവടം തന്നെയാണ് അല്ലെങ്കിൽ ടെക്നോളജി തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വഴിയൊരുക്കുന്നത്. പക്ഷേ ഈ ടെക്നോളജി കൈയടക്കി വെച്ചിരിക്കുന്നവർ ആരാണെന്നുള്ളതാണ് വിഷയം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ആള് പറഞ്ഞ നേരം പോയി എന്ന് പറഞ്ഞ പാട്ട് ഇപ്പോഴും റിലവന്റ് ആവണതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പാടങ്ങളിൽ പണിയെടുത്തോണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ കമ്പനികളിൽ ചെയ്യുന്നതേ ഉള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മറ്റേ സ്വപ്ന യാഥാർത്ഥ്യമാവും. അന്യന്റെ ശബ്ദം നമുക്ക് സംഗീതം പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ ശരിക്കും ഈ വേർതിരിവുകൾ ഇല്ലാണ്ടാവും. ഞാൻ നേരം പോയി 4 വരി പാടാം. പട്ടിയെ പോലെ പണിയെടുപ്പിക്കുന്ന പരിപാടിയാണ് ഇത് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് ഇന്നും ചെയ്യുന്നത്. അതായത് നമ്മളെ കൊണ്ട് കുറെ പണിയെടുപ്പിക്കും, എന്നിട്ട് നമുക്ക് വലിയൊരു ഭാവി കാണിച്ചു തരും. പക്ഷെ കാര്യമൊന്നുമില്ല, കോരനെന്നും കുമ്പിളിൽ തന്നെ കഞ്ഞി. അപ്പൊ ഇതിനെതിരെയുള്ള റെസിസ്റ്റൻസ് ആയിട്ട് കൂടിയാണ് സംഗീതം വരുന്നത്. സംഗീതം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയി മാറുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ സിസ്റ്റം വല്ലാണ്ട് ഒപ്രസ് ചെയ്യും. ഇപ്പൊ 70കളിലെ കാര്യം റിജിമാഷി പറഞ്ഞു. അതായത് 70കളില് ആഫ്രിക്കക്കാർക്ക്, ആഫ്രോ അമേരിക്കൻസിന് സ്വാതന്ത്ര്യം കിട്ടി, അവർക്ക് സിവിൽ റൈറ്റ്സ് കിട്ടി, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ട് അവര് ഗെറ്റോകളിലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് കോളനികൾ എന്ന് പറയും, അതേപോലെ അവിടെ ഉണ്ടായിരുന്നത് ഗെറ്റോകളാണ്. ഈ ഗെറ്റോകളിൽ ഇവര് നിരന്തരം പോലീസ് സർവൈലൻസ്, അതായത് വെള്ളക്കാർക്ക് ഒരു കുറ്റവും ഇല്ല, അവിടെയുള്ള എല്ലാ ക്രൈമിനും കാരണം ആഫ്രിക്കക്കാരല്ല, ആഫ്രോ അമേരിക്കൻസ് അല്ലെങ്കിൽ ഈ ഗെറ്റോകളിൽ ജീവിക്കുന്ന ബ്ലാക്ക് നിഗേഴ്സ് എന്ന് പറയുന്ന. അപ്പൊ റേസിസം എന്ന് പറയുന്നത് ഏറ്റവും തീവ്രമായിട്ട് അനുഭവിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ടേൺ ടേബിൾ എന്ന് പറഞ്ഞൊരു ടെക്നോളജി കിട്ടി. അതായത് ടേൺ ടേബിൾ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. നമുക്ക് സംഗീതം പഠിക്കണ്ട, പക്ഷെ നമുക്ക് ആ യന്ത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റുകളും ലൂപ്പുകളും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ മേളില് ആൾക്കാർ പാട്ട് കെട്ടി പാടി തുടങ്ങി. അതേപോലെ ബ്രേക്ക് ഡാൻസ് കളിച്ചു തുടങ്ങി. ഒരു കാലത്ത് കേരളത്തിൽ വളരെ പോപ്പുലർ ആയിരുന്നു ബ്രേക്ക് ഡാൻസ്. അത് മൈക്കിൾ ജാക്സൺ പോപ്പുലർ ആക്കിയതാണെങ്കിലും അതിനു മുമ്പേ ന്യൂയോർക്കിലെ ബ്രോൺക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും അത് ഉത്ഭവം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിരന്തരം പോലീസ് സർവൈലൻസിനും അതേപോലെ നിരന്തരമായിട്ടുള്ള പീഡിപ്പിക്കപ്പെടലിനും. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും അമേരിക്കയിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്ന മുസ്ലിങ്ങളും ദളിതുകളുമാണ്. അതേപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ജയിലുകളിലുള്ളത് ആഫ്രോ അമേരിക്കൻസ് ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ടും ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ മനുഷ്യരെ വിഭജിക്കുന്നതാണ്. ശരിക്കും നമ്മളെല്ലാം ഒന്നാണ് എന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഈ പറയുന്ന പോലെ റാപ്പിന് റിലവൻസ് വരുന്നത്. ഇപ്പോ വേടന്
നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കപ്പെടേണ്ട അവസ്ഥയും വേറൊന്നുമല്ല. കാരണം അവൻ വന്ന സാഹചര്യങ്ങളിൽ നിന്ന്, ഞാൻ അവനെന്ന് വിളിക്കുന്നത് അടുപ്പമുള്ളതുകൊണ്ടാണ്, നമുക്ക് പരിചയമുള്ള കക്ഷിയാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പോ വേടന് വിഷമം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളെ അവൻ പാട്ടാക്കി മാറ്റുകയാണ്. അപ്പൊ ആ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതൊരു തൊലി കറുത്തുപോയ ആളുടെ അവസ്ഥയും കൂടിയാണ്, അല്ലെങ്കിൽ ജാതി എന്നൊരു പറയുന്ന ഒരു സംവിധാനത്തിൽ പെട്ട് കിടക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. അതിനെ അയാൾ പാട്ടുകൊണ്ട് ഒരു പോരാട്ടമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സ്ഥലത്തിന് ആൾക്കാർ പേടിക്കും. കാരണം തമ്പുരാനും അല്ല ഒരു മയിലും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ കാര്യം. അപ്പൊ ഇത് കേൾക്കുമ്പോ തമ്പുരാന്മാർക്ക് വിറയ്ക്കുമല്ലോ. ഇപ്പൊ തിരുവനന്തപുരത്ത് മറ്റേ നമ്മുടെ ജവഹർ നഗറില് കനകക്കുന്ന് പാലസ് എന്ന് വേടൻ തമ്പുരാൻ ഒരു മയിലും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാന്മാർക്ക് കൊള്ളൂലേ? അത് വളരെ ഒബ്വിയസ് ആണ്. അപ്പൊ ആരാണ് ഈ തമ്പ്രാക്കന്മാരെ സൃഷ്ടിക്കുന്നതും ഈ പറയുന്ന പോലെ അടിയാന്മാരെ സൃഷ്ടിക്കുന്ന ഈ സിസ്റ്റം അല്ലാതെ വേറൊരു സിസ്റ്റം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്ഥലങ്ങളും കൂടിയാണ് പാട്ട് അന്വേഷിക്കുന്നത്. അത് പാട്ട് പൊളിറ്റിക്കൽ ആവുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് സാഹചര്യം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പാട്ട് പൊളിറ്റിക്കൽ ആവേണ്ട കാര്യമില്ലാന്ന്. കാരണം മനുഷ്യരെല്ലാം ഒന്നാകുന്ന ഇടങ്ങളിൽ പാട്ട് താരാട്ടാവും, പാട്ട് പ്രേമത്തിന്റെ ഇടമാവും, പാട്ട് മനോഹരമായ സ്ഥലം, പാട്ട് സങ്കടങ്ങൾ, മരണങ്ങൾ, നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് മാറേണ്ട, നമ്മുടെ അറിയാത്ത ഏരിയകളെ മനസ്സിലാക്കേണ്ട സ്ഥലങ്ങളും കൂടിയായി മാറേണ്ട ഒരു സ്ഥലമാണ് പാട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡറേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിർത്തുകയും അങ്ങോട്ട് ബാറ്റൻ കൈമാറുകയാണ്. ഹലോ, മാഷ് പറഞ്ഞത് കറക്റ്റാണ്, വളരെ കൃത്യമാണ്. അപ്പൊ അതിനോട് ചേർത്ത് പറഞ്ഞതിനോട് ചേർത്ത് ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സംഗീതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ഒരു പൊതുവായ ഒരു കാര്യമാണ്. സംഗീതം എന്ന് പറയുന്നത് വ്യത്യസ്തമല്ല, എന്നാൽ അതിനെ വ്യത്യസ്തമാക്കി അതിനെ കള്ളികളിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓരോ വർഗത്തിനും ഓരോ മതത്തിനും ഓരോ ജാതിക്കും എന്നുള്ള നിലയിലേക്ക് ഇതിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ ഉച്ചത്തിൽ തന്നെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഗോത്ര സംഗീതം. ഞാൻ ആ പ്രയോഗത്തിനോട് വളരെ എതിർപ്പാണ്. ഗോത്ര സംഗീതം എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വനത്തോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ട്രൈബ്സ് എന്ന് പറയുന്ന ആളുകളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സംഗീതത്തെ സൂചിപ്പിക്കുന്ന ഗോത്ര സംഗീതം എന്ന് പറയുന്നത്. ഈ ഗോത്രം എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഗോത്രം എന്ന് പറയുന്നത്. ഒരു ഗോത്രത്തിന് അതിന്റെ സവിശേഷമായിട്ടുള്ള ചില ഘടനയുണ്ട്. അത് പൊളിക്കപ്പെടാൻ പാടില്ലാത്തതായിട്ടുള്ള ചില നിയമങ്ങളടക്കമുള്ള ഒരു വളരെ ഉറച്ച അതിരുകളുള്ള ഒരു സംവിധാനമാണ് ഈ ഗോത്രം എന്ന് പറയുന്നത്. ഈ ഗോത്ര സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ ജനാധിപത്യവും സമത്വവും സാഹോദര്യവും ഉണ്ടാവില്ല. ഈ ഗോത്രത്തിന്റെ അതിരുകൾ പൊളിഞ്ഞ് മനുഷ്യർ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു പബ്ലിക്, ഒരു പൊതുജനം എന്നുള്ള നിലയിലേക്ക് ഒരു സമൂഹം വികസിക്കുകയുള്ളൂ. അതിനെതിരെ നിൽക്കുന്ന ഈ പദം, ഈ സംഗീതത്തെ ഉപാസിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഭാഷയായും, പക്ഷേ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവര് ഒരിക്കലും അത്തരത്തിലുള്ളൊരു പ്രയോഗം നടത്താൻ പാടില്ല. ഇതിന് രാജ്യാന്തര തലത്തില് ഇതിനെതിരായിട്ടുള്ള ഒരു കറുത്ത പക്ഷത്തുള്ള ഒരു നിലപാടുണ്ടായിട്ടുണ്ട്. അതായത് ആഗോളതലത്തില് കറുത്തവരെ സൂചിപ്പിക്കുന്നതിന് ട്രൈബ് എന്നും വെളുത്തവരെ സൂചിപ്പിക്കുന്നതിന് നേഷൻ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഇത് വളരെ തന്ത്രപൂർവവും ഒരു ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഒത്തിരി ജനാധിപത്യ വിരുദ്ധതയും സാമൂഹ്യ വിരുദ്ധതയും സൂക്ഷിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഗോത്രം എന്നുള്ള പ്രയോഗം. അപ്പൊ ഈ ഗോത്ര സംഗീതത്തിന് ഇതെല്ലാം വെളിയിലേക്ക് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്. ഇതുപോലെ ഓരോ ജാതികൾക്കുമുള്ള പാട്ടുകൾ, നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ അത് ദലിതരുടെ പാട്ടാണ്. സോപാന സംഗീതം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു സമൂഹത്തിന്റെയാണ്. മാപ്പിളഗാനം എന്ന് പറയുമ്പോൾ മറ്റൊരു സമൂഹത്തിന്റെയാണ്. അങ്ങനെ ഓരോ ജാതികൾക്കുമായി വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു പാട്ടിന്റെ പശ്ചാത്തല സംഗീതം തുടക്കത്തിൽ തന്നെ അറിയാതെ ആരുടെ പാട്ടാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ നിലയിൽ ഇതിന് സംഗീതത്തെ ഇങ്ങനെ പല പല കുപ്പികളിലായി നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത് ഈ ഒരു സംവിധാനം പതിയെ ഒന്ന് മാറി വരുന്നുണ്ട് എന്നുള്ളതാണ്.
റാപ്പായാലും രഗ്ഗെ ആയാലും ഇതെല്ലാം മാറി വരുന്നുണ്ട്. രഗ്ഗെ ഉണ്ടായതും ഇതുപോലെ തന്നെയാണ്. രഗ്ഗെ രൂപപ്പെടുന്നത് ആഫ്രിക്കൻ വംശജരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലൂടെയാണ് ബോബ് മാർലി, പീറ്റർ ടോഷ് അടക്കമുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ സൃഷ്ടിച്ച ഒരു പുതിയ സംഗീതത്തിലെ ഒരു പുതിയൊരു താളബോധത്തിനും ഒരു കേൾവിക്കും ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനമാണ് രഗ്ഗെ എന്ന് പറയുന്നത്. അത് പൊതുസംഗീതത്തിന്റെ ഭാഗമായിരുന്നു. അത് മറ്റൊരു തരത്തിൽ അതിന്റെ പ്രതിഷേധത്തെ കൊണ്ടുവന്നപ്പോഴാണ് അത് മറ്റൊരു സംഗീത ശാഖയായിട്ട് മാറുന്നത്. ബോബ് മാർലി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡോണ്ട് ലെറ്റ് ദം ഫൂൾ യു, ഡോണ്ട് ലെറ്റ് ദം ഫൂൾ യു. എനിക്ക് പറയാനുള്ളത്, ആര് നിങ്ങളെ വിഡ്ഢിയാക്കാനോ നിങ്ങളെ പഠിപ്പിക്കാനോ അനുവദിക്കരുത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ തലമുറയിലുള്ളവരെക്കാൾ വളരെ നന്നായി ആ കാര്യം പുതിയ തലമുറ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. വേടനെ പ്രതിരോധിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വേടന്റെ വിഭാഗം അല്ലെങ്കിൽ വേടന്റെ ജാതിയോ അല്ലെങ്കിൽ വേടന്റെ വംശമോ മാത്രമല്ല ഇവിടെ പ്രതിഷേധിച്ചത്, തെരുവിലിറങ്ങിയതോ അവന് വേണ്ടി കൈ ഉയർത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ തരത്തിലുമുള്ള ചെറുപ്പക്കാർ രംഗത്തിറങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അവിടെയാണ് ഒരു പുതിയ കേരളത്തിന്റെ പ്രതീക്ഷ. സംഗീതത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന വലിയൊരു സാമൂഹ്യ വിപ്ലവം എന്ന് പറയുന്നത് അവിടെയാണ്. ഇവിടെ വേടനെ ആ നിലയ്ക്ക് വേടനെ നേരിട്ടത് അതിന്റെ ഒരു പ്രത്യേക കാരണം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ അതാണ് ഞാൻ ആദ്യം മുതൽ സംഗീതത്തിന്റെ ഒരു വിഭാഗീയത എന്ന് പറഞ്ഞത്. ഇവിടെ നാടൻ പാട്ടുകൾ പാടിയപ്പോൾ, ഇവിടെ ദലിത് വിഭാഗങ്ങൾ നാടൻ പാട്ട് പാടിയപ്പോൾ ആർക്കും പ്രതിഷേധമില്ലായിരുന്നു. അമ്പലപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലൊക്കെ ചാടിത്തുള്ളി ഇളകിയപ്പോൾ ആർക്കും കുഴപ്പമില്ലായിരുന്നു. ആരും സോഷ്യൽ മീഡിയയിലൂടെ ചീത്ത വിളിച്ചില്ല. കാരണം പാടിയതും ചാടിയതും തുള്ളിയതും ഒരേ തരം ആളുകളാണ്. നേരെ മറിച്ച് വേടന്റെ സംഗീതം അത് ഇതുവരെ കേരളം അധികം കേൾക്കാത്ത ഒത്തിരി റാപ്പേഴ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഉച്ചത്തിൽ കേൾക്കാൻ കഴിയുന്നതിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു പ്രത്യേകതയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വേടനെ കൂടുതൽ ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നല്ല, കേരളത്തിന്റെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, ചെറുപ്പക്കാര് ഇത് പാടി എന്നുള്ളതാണ് ഇവിടെ വേടന് നേരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത്. അത് സംഗീതത്തെ സമാനതയുള്ള ഒരു പ്രതലമാക്കി മാറ്റിയെടുത്ത ഒരു കുഴപ്പത്തിനെതിരെയാണ് അവർ ഇങ്ങനെ പ്രതിഷേധിച്ചത്. അപ്പൊ സംഗീതത്തിന് തീർച്ചയായിട്ടും ഇവിടെ വർണ്ണമുണ്ട്, ജാതിയുണ്ട്, എല്ലാം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ അതിനോടനുബന്ധമായിട്ട് ഞാനൊന്ന് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. അല്ല, പുള്ളി പറഞ്ഞ കാര്യം തന്നെ എനിക്കും പറയുള്ളൂ. അതായത് ഈ പറഞ്ഞ പോലെ സംഗീതത്തിൽ വിഭാഗീയത കൽപ്പിക്കുന്ന മനുഷ്യരാണ്, പക്ഷെ സംഗീതത്തിന് അടിസ്ഥാനമായിട്ട് അങ്ങനത്തെ പ്രശ്നമില്ല. ഇനി ഞങ്ങൾക്ക് 10 മിനിറ്റ് കൂടിയാണുള്ളത്. 10 മിനിറ്റുള്ളിൽ ഞങ്ങൾ പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ട് പാക്കപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞതിന് സംഗീതത്തിന് അടിസ്ഥാനമായിട്ട് അങ്ങനത്തെ പ്രശ്നമില്ല. ഇപ്പൊ എനിക്കൊരു ഗിറ്റാറിസ്റ്റ് എന്നുള്ള രീതിയിൽ അത് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് ഇതൊരു ബ്ലൂസ് സ്റ്റൈലിലുള്ള ഒരു പോക്കാണ്. ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിനെ നാടൻ പാട്ട് എടുത്തുകൊണ്ട് കാണില്ല, ആ വരിയുടെ ശീലുകൾ. അപ്പൊ ഇത് പോയിട്ട് ബ്ലൂസിൽ കയറാനായിട്ട് ഇതിന് ഒരു ബുദ്ധിമുട്ടില്ല. അതേപോലെ നമ്മൾ മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞ സ്റ്റൈല്, പോകാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത്
സംഗീതത്തിന് അടിസ്ഥാനമായിട്ട് വേർതിരിവില്ല. അത് ശബ്ദത്തിനെ നമ്മൾ സമയത്തിൽ അടുക്കി വെച്ചിരിക്കുന്നതാണ്. അത് ചെയ്യുന്ന ആൾക്കാരാണ് അതിലേക്ക് ജാതിയോ മതമോ വിഭാഗീയതയോ എന്തോ കൊണ്ടുവരുന്നത്. ഓരോ ജോഗ്രഫിയിൽ പെട്ടുപോയ ആൾക്കാരെന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ എന്താണ് ശബ്ദങ്ങൾ കേൾക്കുന്നത്? നമ്മൾ കടലോരത്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് കടലിൽ നിന്നുള്ള കാറ്റും, അതേപോലെ തന്നെ മറ്റേ തെങ്ങിൽ കാറ്റടിക്കുന്ന, അല്ലെ ഇപ്പൊ കാട്ടിനടുത്ത് താമസിക്കുന്നതാണെങ്കിൽ മുളങ്കൂട്ടത്തിലൂടെ കാറ്റടിക്കുന്ന ശബ്ദവും അവിടുത്തെ കിളികളും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഏത് ശബ്ദ വ്യവസ്ഥയിലാണോ ജീവിക്കുന്നത് അതനുസരിച്ച് ഒരു പ്രത്യേക തരം സംഗീതം അല്ലെങ്കിൽ ഒരു ശബ്ദത്തിന്റെ ഒരു സൗണ്ട്സ്, എന്താ പറയുന്ന ഒരു സ്കൾപ്ചർ, ഒരു സൗണ്ട് സ്കൾപ്ചർ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി തീരുന്നു ഭാഷ പോലെ. ഇതിനെ വീണ്ടും അടിസ്ഥാനമായിട്ട് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു സ്ഥലം, നമ്മൾ എവിടുന്നാണ് തുടങ്ങുന്നത്? നമ്മൾ ഈ ജാതിയിൽ നിന്നാണോ തുടങ്ങേണ്ടത്? റേസുകളിൽ നിന്നാണോ തുടങ്ങേണ്ടത്? അതൊരു ഇല്ലാത്ത സ്ഥലമാണ്. കാരണം ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാർ മുഴുവൻ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കൂട്ടം ചിന്നി തെറിച്ച് പല സ്ഥലത്തെത്തി, വയറ്റിപ്പഴപ്പിന്റെ ഭാഗമായിട്ട് പലയിടത്തെത്തി, പല കളറ് പല രൂപത്തിലായി പല കൾച്ചറായി മാറിയതാണ്. അപ്പൊ നമുക്ക് ഇവരെ എല്ലാം ഇപ്പൊ നമ്മൾ ശരിക്കും ഇപ്പം പിൽഗ്രിമേജ് എന്ന് പറഞ്ഞ ആൾക്കാർ പോകും, തീർത്ഥാടനം. നമ്മൾ ശരിക്കും തീർത്ഥാടനത്തിന് പോകേണ്ട സ്ഥലം ആഫ്രിക്കയാണ്. അവിടെയാണ് ശരിക്കും നമ്മുടെ ഈറ്റില്ല, അല്ലെ നമ്മുടെ മണ്ണ്, നമ്മൾ മനുഷ്യകുലം ഉണ്ടായ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെന്റിമെന്റൽ ആവണം. പിന്നെ ഭൂമിക്ക് അങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ജാതി പറഞ്ഞാലും ഇവിടെ എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും ഒരു നിമിഷം കൊണ്ട് പോവാവുന്നേ ഉള്ളൂ. അത്രയും കുറച്ച് കാലമായിട്ടില്ല. ഇപ്പൊ നമ്മളെ ഭൂമിയിൽ ജീവൻ മുഴുവൻ ഒരു പാട്ടാണെങ്കിൽ നമ്മൾ ആ പാട്ടിന്റെ ഒരു വരിയിൽ ഒരു കുത്തോ ഗോമയോ വല്ലോ ഒക്കെ ആയിരിക്കും. അത്രയും നമ്മുടെ സ്ഥലമുള്ളൂ. നമ്മൾ ഈ കാണിക്കുന്ന അഹങ്കാരത്തിന് അത്രയും ആയുസ്സൊന്നും നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. നമ്മളെ വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മൂച്ചു കൂട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സംഗീതം നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ഥലം ചിലപ്പോ നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു സ്ഥലമായിരിക്കും. അപ്പോ ഒറ്റ മണ്ണ് പെറ്റ നമ്മൾ, ഒറ്റ ജാതി ഒറ്റ വർഗം, ജീവനപ്പൊരുതലിൽ ഒത്തുചേർന്ന പോരുക. ഒറ്റ മണ്ണു പെറ്റ നമ്മൾ, ഒറ്റ മണ്ണു പെറ്റ നമ്മൾ, ഒറ്റ ജാതി ഒറ്റ വർഗം, ജീവനപ്പൊരുതലിൽ ഒത്തുചേർന്ന പോരുകാർ. ഒറ്റ മണ്ണു പെറ്റ നമ്മൾ, ഒറ്റ ജാതി ഒറ്റ വർഗം, ജീവനപ്പൊരുതലിൽ ഒത്തുചേർന്ന പോരുകാർ. നമ്മൾ നടന്നു വന്ന വഴികളിൽ, നമ്മൾ നനഞ്ഞു തോർന്ന മഴകളിൽ, നമ്മൾ കരിഞ്ഞുലഞ്ഞ വേനലിൽ, നമ്മൾ കരളുറച്ചു നിന്നവർ. ഞങ്ങളൊരു റാപ്പ് സ്റ്റൈലിൽ ഒരു പാട്ടുണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനമായിട്ട് ഊരാളി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, അല്ലെ അടിയുറച്ച് വിശ്വസിക്കുന്ന സ്ഥലം ഇതാണ്. അതായത് അടിസ്ഥാനമായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ പല സ്റ്റേറ്റസിലും പല സാമ്പത്തിക കാലാവസ്ഥകളിലും പെട്ടുപോയെങ്കിൽ അടിസ്ഥാനമായിട്ട് നമ്മളെല്ലാം ഒന്നാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഇടമാണ് മ്യൂസിക്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ K-പോപ്പിന്റെ പേരിൽ എറണാകുളത്ത് ഒരു സ്ട്രീറ്റ് ഉണ്ടാവുന്നില്ല. എറണാകുളത്ത് BTS എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിന് പേരിട്ടിട്ടുണ്ട്. അപ്പൊ അത് വേറൊരു സ്ഥലമാണ്. അതിന് ഈ പറയുന്ന പോലെ ഭരണകൂടം ആയാലും കച്ചവടം ആയാലും ഇതൊന്നും മനുഷ്യത്വപരമല്ലാതെ ചെയ്യുന്നോണ്ടാണ് ഈ പറയുന്ന പോലത്തെ സ്ഥലങ്ങൾ. അപ്പോൾ പുതിയൊരു സ്ഥലം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നമ്മുടെ ബയോളജിയെ കൂടെ പരിഗണിക്കണം. ഐഡിയോളജി എന്നുള്ളത് വിട്ടിട്ട് നമ്മുടെ ബയോളജിയെ പരിഗണിക്കണം. നമ്മൾ ആരാണ്, നമ്മൾ മനുഷ്യരെന്നുള്ള രീതിയിൽ എവിടുന്ന വന്നത് എന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ വിഷനുള്ള ഐഡിയോളജികളും അങ്ങനത്തെ വിഷനുള്ള പൊളിറ്റിക്സും ഇനി വേറെ ആരും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ തന്നെ അത് ചെയ്യേണ്ടി വരും. അതായത് അത് മനസ്സിലാവുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കോഡായിരിക്കും ചിലപ്പോൾ സംഗീതം എന്ന് പറഞ്ഞത്. ഞാൻ ഇത് തിരിച്ച് 1867 കാര്യം പറയാം. ആ സമയത്ത് ഇവരുപയോഗിച്ചിരുന്ന ഗോസ്പൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്പിരിച്വൽ പാട്ടുകൾ എന്നുള്ള പേരിൽ ആഫ്രോ അമേരിക്കൻസ് പാടിയിരുന്ന പാട്ടുകൾ മുഴുവൻ ശരിക്കും എൻക്രിപ്റ്റഡ് മെസ്സേജസ് ആയിരുന്നു. എങ്ങനെ നമുക്ക് റെയിൽ റോഡുകൾ വഴി രക്ഷപ്പെട്ടു പോവാം, എത്ര നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, യജമാനന്മാരുടെ നായ്ക്കൾ നിങ്ങളെ പിടിക്കാതിരിക്കണമെങ്കിൽ, ഇങ്ങനത്തെ കണ്ടന്റ് ആയിരുന്നു ആ പാട്ടുകളുടെ അടിയിൽ. അപ്പോൾ പാട്ടുകൾ കോഡഡ് മെസ്സേജുകളാണ്. ഇപ്പൊ വേടൻ പാടുമ്പോഴും അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഊരാളി എന്നുള്ള രീതിയിൽ നമ്മൾ പല സമരയിടങ്ങളിൽ പോയി ഇടപെടുമ്പോഴും പാട്ടിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പാട്ടെന്ന് പറയുന്നത് തിരിച്ച് അടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് കൊലയ്ക്കെതിരെയുള്ള ഒരു മതിലാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് പാട്ടിനെ എനിക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടെ നിന്നൊരു കാര്യം പറയുമ്പോൾ ഇഷ്ടപ്പെട്ട കൈയടിക്കാനും ഇഷ്ടപ്പെട്ടില്ലേ കൂവാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് മറക്കരുത്.
അതാണ് ഇതിൽ ഏറ്റവും. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇപ്പൊ ഒരു തട്ടൊക്കെ മേലെ കയറ്റി വെച്ചിട്ട് കുറച്ചിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എവിടെ എത്തുന്നൊന്നുമില്ല. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയടിക്കാനും ഇഷ്ടപ്പെട്ടില്ലേ എഴിച്ചു പോടേന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഒരു പാട്ട് പാടുമ്പോൾ ആർക്കെങ്കിലും തുള്ളണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുള്ളുന്നതിലും വിരോധമില്ല. കാരണം അത് നമുക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അത്രയെങ്കിലും ചെയ്യുമ്പോഴാണ് ശരിക്കും ഇവിടെ ജനാധിപത്യം വർക്കൗട്ട് ആവും. അല്ലെങ്കിൽ അതൊരു ആശയമായിട്ട് പുറപ്പുറത്തിരിക്കും. ഹലോ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഒരു കാര്യം പറഞ്ഞു നിർത്തുകയാണ്. സംഗീതം ഒരു വലിയ ഒരു മഹാശക്തി തന്നെയായിട്ടാണ് നമുക്കുള്ളിലിരിക്കുന്നത്. ഇതിന് ഒത്തിരി കാര്യങ്ങൾ മാറ്റാനും മറിക്കാനും കഴിയും. ഇതിന് ഭാഷയില്ല എന്ന് ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അത് ഭാഷയുടെ അതിരുകൾ ഇതില്ല. ആ അതിരുകളില്ലാത്ത സംഗീതം ഒരു സാംസ്കാരിക പരിപാടിയായി നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും അത് പരിവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തീർച്ചയായും സാധ്യമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചെറുപ്പക്കാര് അതിന് സാധ്യതയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഞങ്ങളെ കേൾക്കാനും ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നിൽക്കാനൊക്കെ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരോടും ചേർന്ന് ഇതിൽ പങ്കെടുക്കാനും സംസാരിക്കാനൊക്കെ കഴിഞ്ഞതിനും, പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി കാലമായിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പല കാരണങ്ങൾ കൊണ്ട് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. അത് കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞില്ല. ആ ഒരു സന്തോഷം, എൻ്റെ നന്ദി. ഈ കോളേജിനോടും ഇത് ബന്ധപ്പെട്ട് എന്ന എല്ലാ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ ഒരു പരിപാടികൾ കണ്ടുമുട്ടാം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിർത്തുന്നു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. 2 വരി പാടിയിട്ട് ഞാനും ഇത് തന്നെയാണ്, സെയിം ഡിറ്റോ എല്ലാവർക്കും. അപ്പോൾ എനിക്ക് നമ്മളോടും എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ചില കാര്യങ്ങൾ ഓർക്കാനും കൂടെ വേണ്ടിയാണ് അത് പാട്ടുകളായിട്ട് കിട്ടുന്നത്. അത് പാട്ടായിട്ട് കിട്ടുമ്പോൾ അത് നമുക്ക് ഓർമ്മയിരിക്കും. പണ്ട് തൊട്ടേ അറിവ് പകരാനായിട്ടുള്ളൊരു വലിയ മാധ്യമമായിരുന്നു പാട്ടുകൾ. പണ്ട് എഴുത്തൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ വാമൊഴികളിലൂടെ ആയിരുന്നു അറിവുകൾ. അവിടെ തന്നെയാണ് പാട്ടുകളുടെയും ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളുടെയും പ്രസക്തി. വീണ്ടും സന്ധിക്കും വരെ കലാസനം.